എല്ലാവർക്കും അമ്മയുടെ ലോകത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ ദിവസത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ്, തിരക്കെന്ന് വെച്ചാൽ എന്താണ് തിരക്കെന്ന് പറയുക, ഇന്നാണ് ആ ദിവസം, നമ്മുടെ വോട്ടിടേണ്ട ദിവസം. എല്ലാവരും വോട്ടിടുന്ന ഡേയും ഇന്നാണ്, അറിയാമല്ലോ. അപ്പോൾ 5 വർഷത്തെ കാത്തിരിപ്പാണ് ഒരാളെ ജയിപ്പിക്കുക, നമ്മളുടെ സർക്കാർ മാറുക, അല്ലെങ്കിൽ പുതിയ സർക്കാർ വരിക എന്നുള്ളതൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നേമം നിയോജക മണ്ഡലത്തിലാണ്, എൻ്റെ സ്വന്തം സ്ഥലത്താണ്. സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കരയ്ക്കാമണ്ഡപം സെന്റ് ആന്റണി സ്കൂളിലാണ് എൻ്റെ വോട്ട്. ഇവിടെ മത്സരിക്കുന്നത് ത്രികോണ പോരാട്ടമുള്ള ഒരാളാണ്, 3 പേരാണ്, ഒരാളല്ല 3 പേരാണ്. ആരൊക്കെന്നറിയണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട എല്ലാമായ എൻ്റെ ശബരിച്ചേട്ടൻ, നേരിൻ്റെ സ്വന്തം ശബരി, പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖര സാറ്, പിന്നെ നമ്മുടെ ശിവൻകുട്ടി സാറ്. അപ്പം ഇവർ 3 പേരും കൂടെയുള്ള ഒരു വൻ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും എല്ലാവരും നേരിനൊപ്പമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും നേരിനൊപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഒരാൾ പോലും വോട്ട് മിസ് ചെയ്യരുത്. കാരണം അത് വോട്ടും സത്യസന്ധമായിട്ടുള്ള ആളിന് വോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്ന, ജനാധിപത്യത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിച്ച് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് വേണ്ടത്. ആ ജനപ്രതിനിധിയെ തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഞാൻ ഒരാളെ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും ആ പ്രസ്ഥാനം കൃത്യമായിട്ടും നമ്മൾക്ക് നല്ലത് മാത്രം ചെയ്തു തരുമെന്നുള്ളത് കൊണ്ടും എൻ്റെ വോട്ട് നമ്മുടെ സ്വന്തം, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വോട്ടിംഗ് സ്ഥലത്ത് കാണാം. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. തൊട്ടടുത്താണ്, എനിക്കിവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ സെന്റ് ആന്റണി സ്കൂള്. അപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ കാണാം. ഐ ഡി കാർഡ് എടുത്തില്ല, വോട്ടിടാൻ വന്നിട്ടുണ്ടേ. വോട്ടിട്ട് കഴിഞ്ഞു. അത് വലിയ തിരക്കൊന്നുമില്ല, ഈ സമയം ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറവാണ്. വോട്ടൊക്കെ ഇട്ടു. എൻ്റെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും അടുത്ത മാസം 4-ാം തീയതി വരെയുള്ള നമ്മുടെ ഒരു മനസ്സിലുള്ളൊരു ഇതുണ്ടല്ലോ, ടെൻഷൻ, എന്താകും റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ വോട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും അതുപോലെ സത്യത്തിനൊപ്പം നിൽക്കട്ടെ. കൃത്യമായി എല്ലാവരും ഒരു സത്യസന്ധമായ ഒരു ജനപ്രതിനിധി വരട്ടെ. വോട്ടിന് വരുമ്പോൾ എല്ലാ വർഷത്തെക്കാളും ഒരു പ്രത്യേകം ഒരു ഇഷ്ടവും ഇവിടുത്തെ ആൾക്കാരും സാറുമാരും പോളിംഗ് ഏജന്റ് മെയിൻ ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ, കമ്മീഷന്റെ ഇലക്ഷന്റെ, അപ്പോൾ സെക്രട്ടറിമാരൊക്കെ. അപ്പോൾ കൃത്യമായിട്ടും അവർക്കൊരു ഭയങ്കര, ഞാൻ വന്നപ്പോൾ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനും ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ മത്സരിച്ച ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മുടെ ഇവിടുത്തെ BLOക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡാണ്. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയാണ് എന്നെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ അങ്ങോട്ട് സ്വീകരിച്ചത്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് വോട്ട് ഇടാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു വീഡിയോ ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിട്ടു. അപ്പോൾ എല്ലാവരും വോട്ടിടാൻ പോവുക, മറക്കണ്ട. ഞാൻ അപ്പം സത്യത്തിനും നേരിനും ഒപ്പം ഉള്ളൊരു വോട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത മാസം 4-ാം തീയതി വരെ ഒരു ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു പ്രസ്ഥാനത്തെ വിശ്വസിച്ച് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നതാണ്. കേരള പ്രദേശ് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നതുകൊണ്ട് തന്നെ എൻ്റെ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ പാർട്ടിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തദ്ദേശ
സ്വയംഭരണ ഇലക്ഷനിൽ ജില്ലാ പഞ്ചായത്ത് പോത്തങ്കോട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അതും എനിക്ക് 12,700 സംതിങ് വോട്ട് കിട്ടുകയും അത്രയും ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എന്നെ ഭയങ്കര സന്തോഷമാവുന്നു. അത് അത്രയും എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം. ഇനിയും അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും മുന്നോട്ട് തന്നെ ഉണ്ടാകും. സത്യം എപ്പോഴും വിജയിക്കും, നേരിനൊപ്പം ഉണ്ടാകും. അപ്പോൾ ഈ മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ സത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും. എല്ലായിടവും കേരളം മൊത്തം ഒരു തരംഗമായി തന്നെ മാറും. അത് പുതിയ സർക്കാരിന് വേണ്ടിയിട്ടായിരിക്കും. ആ പുതിയ സർക്കാർ നമ്മളെല്ലാവരെയും മുന്നോട്ട് നയിക്കും. ഇവിടെ ഒരാളും കൂടെ ഉണ്ടേ. ഇതാണ് എൻ്റെ ടോട്ടുവിൻ്റെ വിശേഷങ്ങളുമായിട്ട്, ഒരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇന്നിപ്പോൾ ടോട്ടുവിനെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല, ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര കുസൃതിയാണ് കേട്ടോ അവൻ. അപ്പം അവനും കൂടെ ഒന്ന് കൂട്ടുകൂടിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇവൻ്റെ ഒരു ദിവസത്തെ വിശേഷം ഫുള്ള് ഞാൻ നിങ്ങൾക്ക് വ്ളോഗിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇത് വോട്ടുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ എല്ലാവരെയും കാണിക്കണം എന്നുള്ളത് കൊണ്ട് ആ വീഡിയോ എടുത്തു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ഞാൻ ഇത്രയും ദിവസം ഇലക്ഷന്റെ തിരക്കുമായിട്ട് എല്ലാവരുടെ കൂടെയും ഇലക്ഷൻ പ്രചരണവും സ്ക്വാഡ് വർക്കും പര്യടനം അങ്ങനെ എല്ലാത്തിലും ആയിരുന്നു. അതൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അപ്പം ഇനി നാളെ മുതൽ പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഒരു മടിയും കൂടാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അമ്മയുടെ ലോകത്തില്, അമ്മയ വേൾഡ് ആണ്, മറക്കരുത്. അമ്മയുടെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് കാണാം, വാച്ച് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമന്റിലൂടെ എന്നെ അറിയിക്കുക. ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.